നമസ്കാരം. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ ടി വീണ പ്രതിയായ മാസപ്പടി കേസിൽ പലതും പുറത്തുവരാനുണ്ടെന്ന് മാത്യു കുഴൽനാടൻ എം.എൽ.എ. CBI അന്വേഷണം വന്നാൽ പിണറായി വിജയൻ പ്രതിപ്പട്ടികയിലേക്ക് വരുമെന്ന് മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. സേവനമൊന്നും നൽകാതെയാണ് വീണ പണം കൈപ്പറ്റിയത്. കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് വീണയ്ക്കെതിരായ അന്വേഷണം. CMRLന് യഥാർത്ഥ സേവനം കിട്ടിയത് PVയിൽ നിന്നാണെന്നും കരിമണലെടുക്കാൻ മുൻ സർക്കാർ അവസരമൊരുക്കിയെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. അതേസമയം വീണയെ ചോദ്യം ചെയ്യുന്നതിലൂടെ നിർണായക വിവരങ്ങൾ പുറത്തുവരുമെന്ന് BJP നേതാവ് ഷോൺ ജോർജ് പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട പരമാവധി രേഖകൾ ഇഡിക്ക് കൈമാറി. കേസ് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ ചോദ്യം ചെയ്യൽ അനിവാര്യമാണെന്നും ഷോൺ പറഞ്ഞു. ED സമൻസിനെ നേരിടേണ്ടത് വീണയാണെന്ന് KK ശൈലജ പ്രതികരിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവിനും മകൾക്കുമെതിരായ നടപടികൾ രണ്ട് തരമാണ്. വീണയ്ക്കായി പാർട്ടി ഇടപെടേണ്ട സാഹചര്യമില്ലെന്ന് NN കൃഷ്ണദാസും വ്യക്തമാക്കി. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ED നീക്കങ്ങളെ അംഗീകരിക്കില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വീണയുടെ കാര്യത്തിൽ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നായിരുന്നു CPM രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസിന്റെ പ്രതികരണം. SFIയുടെ അടക്കം വിവരങ്ങൾ വീണ ധരിപ്പിച്ചതാണെന്ന് പറഞ്ഞ ജോൺ ബ്രിട്ടാസ് CMRL നൽകിയ രാഷ്ട്രീയ സംഭാവനകളിലും അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഈ മന്ത്രിസഭ 2 പേർ പണം കൈപ്പറ്റിയെന്ന് സമ്മതിച്ചതാണ്. അത് വെച്ച് നോക്കുമ്പോൾ വീണ വാങ്ങിയെന്ന് പറയുന്നത് എത്രയോ ചെറിയ തുകയാണ്. ആ പണം രേഖാമൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും ജോൺ ബ്രിട്ടാസ് ആവശ്യപ്പെട്ടു. ചോദ്യം ചെയ്യലിന് വെള്ളിയാഴ്ച കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്നാണ് വീണയ്ക്ക് ED നൽകിയ നോട്ടീസിൽ വ്യക്തമാക്കുന്നത്. വീണയ്ക്കൊപ്പം മറ്റ് 8 പേർക്ക് കൂടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. CMRLുമായി ബന്ധപ്പെട്ടവർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നാണ് വിവരം. നേരത്തെ റെയ്ഡിന്റെ ഭാഗമായി ചില ചോദ്യങ്ങൾ ED ചോദിച്ചിരുന്നു. അവർ നൽകിയ മറുപടിയിൽ വ്യക്തതയില്ല എന്ന നിലപാടിലായിരുന്നു ED. ഇതിന് പിന്നാലെയാണ് വീണയെ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നത്. കേസിൽ ഇതാദ്യമായാണ് വീണയെ ED വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. നേരത്തെ വീണയുടെ പിതാവ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ഭർത്താവ് മുഹമ്മദ് റിയാസ് MLA, CMRL MD എന്നിവരുടെ വീടുകളിൽ ഉൾപ്പെടെ ED റെയ്ഡ് നടത്തിയിരുന്നു. CMRL കമ്പനി വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന കേസിൽ ED അന്വേഷണം തുടരാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും അനുമതി നൽകിയിരുന്നു. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ CMRL നൽകിയ അപ്പീൽ ജസ്റ്റിസ് V രാജവിജയരാഘവനും ജസ്റ്റിസ് KV ജയകുമാറും അടങ്ങിയ ബെഞ്ചാണ് തള്ളിയത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം പ്രകാരമുള്ള അന്വേഷണം നടത്തുന്നതിനും താൽക്കാലികമായി സ്വത്ത് കണ്ടുകെട്ടുന്നതിനും EDക്ക് മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസിയുടെ FIRോ പരാതിയോ വേണ്ടതില്ലെന്ന് വ്യക്തമാക്കിയാണ് ഉത്തരവ്. സുപ്രീം കോടതിയെ സമീപിക്കാൻ 2 ആഴ്ചത്തേക്ക് കടുത്ത നടപടികളിൽ നിന്നും സംരക്ഷണം നൽകണമെന്ന് CMRLന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടെങ്കിലും അനുവദിച്ചില്ല. എന്തായാലും വീണയ്ക്ക് സമൻസ് വന്നിരിക്കുന്നു. അതേ ഘട്ടത്തിൽ തന്നെ വീണ വിജയനു വേണ്ടി ഏതെങ്കിലും തരത്തിൽ പ്രതിരോധം തീർക്കാൻ CPM ഇനി ഇറങ്ങി പുറപ്പെടുമെന്ന് തോന്നുന്നില്ല. ആ തരത്തിലാണ് പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ വരുന്നത്. പിണറായി വിജയന് നേരെയാണെങ്കിൽ പ്രതിഷേധമുണ്ടാക്കുന്നതിൽ കഴമ്പുണ്ട്. എന്നാൽ വീണയ്ക്ക് നേരെ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ പാർട്ടി പ്രതിരോധം തീർക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് സാധാരണക്കാരായ അണികളും പറയുന്നത്. പിന്നെ എന്തിനായിരുന്നു ബേക്കറി ജംഗ്ഷനിലെ EDക്ക് നേരെ ഉണ്ടായ വധശ്രമം എന്ന ചോദ്യമടക്കം ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്തായാലും വീണ വിജയൻ അടക്കമുള്ള 9 പേർക്ക് EDയുടെ സമൻസ് വന്നിരിക്കുന്നു.